ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിൻ്റെ ഉദ്ഗ്രഥനമാണ്, 2ാം ദിവസം. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. 1ാം ക്ലാസ്സിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞ ഹാഫ് ഇയർലി എക്സാം, അർദ്ധവാർഷിക പരീക്ഷ, ക്രിസ്മസ് എക്സാം നിങ്ങളിപ്പോൾ എഴുതി കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾക്ക് പേപ്പറെല്ലാം കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. ആ എക്സാമിൻ്റെ ആൻസർ കീ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് പല സ്കൂളുകൾക്കും പല ക്ലാസ്സുകാർക്കും ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീ എഴുതിയിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിന് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന മക്കളുണ്ടെങ്കിൽ, കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്ത് വെക്കുക. അത് ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്യുന്നത് എന്തിനാ? ഞങ്ങളിടുന്ന നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭ്യമാവാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്തു വെക്കുക. അതുപോലെ തന്നെ ക്ലാസ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ക്ലാസ് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രവർത്തനം 6 എൻ്റെ ഡയറിയാണ്. കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങൾ ചേർത്ത് ഡയറി എഴുതൂ എന്നുള്ളതാണ്. ചിത്രം വരയ്ക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ദിവസമായിരുന്നു. ക്രിസ്മസ് പരീക്ഷ തുടങ്ങി. ഇന്ന് ഞങ്ങൾക്ക് ഉദ്ഗ്രഥനമായിരുന്നു പരീക്ഷ. ഞാൻ നന്നായി പഠിച്ചിട്ട് പോയിരുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷ നന്നായി എഴുതാൻ സാധിച്ചു. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാൽ ക്രിസ്മസിന് സ്കൂൾ അടയ്ക്കും. എല്ലാ പരീക്ഷയും നന്നായി തന്നെ എഴുതണം, നന്നായി പഠിക്കണം. പരീക്ഷ കഴിഞ്ഞു വരുമ്പോഴേക്കും അമ്മ നല്ല ചൂടനാണ് കേട്ടോ, ചുടനല്ല, ഇത് ചൂടൻ പഴംപൊരി എന്നാണ്. ചൂടൻ പഴംപൊരി ഉണ്ടാക്കി വച്ചിരുന്നു. നല്ല സ്വാദുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഡയറി. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഡയറി എഴുതിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ഡയറി ഉണ്ടാക്കുക കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ വിശേഷങ്ങൾ വെച്ചിട്ടാണ് എപ്പോഴും നമ്മൾ ഡയറി എഴുതേണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് എഴുതി നോക്കുക. അടുത്ത ചോദ്യം പ്രവർത്തനം 7 കഥ എഴുതാമാണ്. ചിത്രം നോക്കി നമ്മൾ കഥ എഴുതണം. 1, 2, 3, 4 ഈ ചിത്രങ്ങൾക്ക് നിങ്ങൾക്ക് കാണാലോ അല്ലേ? അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ നമുക്ക് മുയലുകൾ കാണുന്നുണ്ട്. അടുത്ത ചിത്രത്തിൽ ഒരു മുയലും ഒരു ആനയുണ്ട് അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു കഥ എഴുതണം. അപ്പം നമുക്ക് ആ കഥ നോക്കിയാലോ. എന്താ കഥ? കിങ്ങിണിക്കാട്ടിലെ പുഴയിൽ വെള്ളം കയറി. മിട്ടുമുയൽ തീറ്റ തേടി പോയതാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ കുഞ്ഞുങ്ങൾ പുഴയുടെ അക്കരെ ഒറ്റപ്പെട്ടതു കണ്ട് മിട്ടു കരയാൻ തുടങ്ങി. ഇതു കണ്ട് വന്ന വീരനാന കാര്യം തിരക്കി. മിട്ടു വീരനോട് കാര്യം പറഞ്ഞു. മൂന്നാമത്തെ ചിത്രമോ? വീരൻ മിട്ടുവിനെ സമാധാനിപ്പിച്ചു. എന്നിട്ട് പുഴയുടെ അക്കരെ പോയി കുഞ്ഞുങ്ങളെ എടുത്ത് പുറത്തു കയറ്റി കൊണ്ടുവന്ന് മിട്ടുവിനെ ഏൽപ്പിച്ചു. മിട്ടു വീരനാനയോട് നന്ദി പറഞ്ഞു. നാലാമത്തെ ബോക്സിലോ? മിട്ടുവിന് ഒത്തിരി സന്തോഷമായി. അവൾ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുത്തു. അപ്പോൾ ഇത്രയാണ് കേട്ടോ ചിത്രകഥ. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചിത്രകഥ ഒന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ. മിട്ടുവും വീരനും എന്നാണ് നമ്മൾ കഥയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര്. അടുത്തത് പ്രവർത്തനം 8 എന്തു ഭംഗി. വായിക്കൂ, കണ്ടെത്തൂ. പല നിറത്തിലുള്ള പൂക്കൾ, തേൻ കുടിക്കുന്ന പൂമ്പാറ്റകൾ, പാറിപ്പറക്കുന്ന കിളികൾ, കുളത്തിൽ നീന്തി കളിക്കുന്ന മീനുകൾ, ആകാശത്ത് മഴവില്ല്. ഹായ്, എന്തു രസം. കണ്ടെത്തി എഴുതൂ. മുകളിലെ ചിത്രത്തിന് യോജിച്ച വരി കണ്ടെത്തി അടിയിൽ വരയിടൂ. അപ്പോൾ നമുക്ക് മേലെ തന്നിരിക്കുന്ന ഈ വരികൾ കണ്ടല്ലോ. ഈ വരികളിൽ നമുക്ക് ഈ ചിത്രത്തിന് യോജിച്ച വരി ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അടിയിൽ വരയിടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതെന്താ? പാറിപ്പറക്കുന്ന കിളികളാണ് അല്ലേ? അപ്പം നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇത് ഇങ്ങനെ വരയിട്ട് കൊടുക്കുക. പാറിപ്പറക്കുന്ന കിളികൾ. കുളത്തിൽ നീന്തി കളിക്കുന്നത് ആരാണ്? അപ്പോൾ കുളത്തിൽ നീന്തി കളിക്കുന്നത് ആരാണ്? മീനുകളാണ് കേട്ടോ. അപ്പം ഇതിൽ എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ആൻസറാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ശരിക്കും ഇതിവിടെ വരേണ്ടതല്ല, നമുക്കിതിൻ്റെ ആൻസർ അവിടെ ഉണ്ട്. കുളത്തിൽ നീന്തി കളിക്കുന്നത് മീനുകൾ. അതിൻ്റെ ആൻസർ ഞാനിവിടെ എഴുതുന്നുണ്ട് കേട്ടോ. മീനുകൾ.
ആദ്യത്തതിൻ്റെ ഉത്തരമാണ് കേട്ടോ ഈ പാറി പറക്കുന്ന കിളികൾ. രണ്ടാമത്തതിൻ്റെ ഉത്തരം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. കുളത്തിൽ നീന്തി കളിക്കുന്നത് ആരാണ്? മീനുകൾ. പൂമ്പാറ്റകൾ എന്താണ് ചെയ്യുന്നത്? തേൻ കുടിക്കുന്നു. അടുത്തത് വായിക്കൂ, ചിത്രം വരയ്ക്കൂ, നിറം കൊടുക്കൂ. ആകാശത്ത് മഴവില്ല്. ആകാശത്ത് മഴവില്ലിൻ്റെ ആണ്. അപ്പം നമ്മൾ ചിത്രം വരയ്ക്കേണ്ടത്. നമുക്ക് ആ ചിത്രം ഒന്ന് വരച്ചു നോക്കിയാലോ? കണ്ടോ? ആകാശത്തെ മഴവില്ലിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം കേട്ടോ. ഇങ്ങനെ തന്നെ കൊടുക്കണമെന്നില്ല. അപ്പം നമുക്കറിയാം മഴവില്ലിന് 7 നിറങ്ങളാണ്. ആ 7 നിറങ്ങളെയും കാണിച്ചുകൊണ്ട് ആകാശത്തിലെ മേഘങ്ങൾക്ക് നടുവിലായിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു മഴവില്ലിനെ വരയ്ക്കാവുന്നതാണ്. കൂട്ടുകാരത് ചെയ്യുക. അടുത്ത ചിത്രം പ്രവർത്തനം 9. ശരിയായ ശീലങ്ങൾ കണ്ടെത്തൂ, ഇമോജി വരയ്ക്കൂ. നമുക്ക് ശരിയായ ശീലത്തിന് ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഇമോജിയും തെറ്റായ ശീലത്തിന് ഈ ഇമോജിയാണ് കേട്ടോ കൊടുക്കേണ്ടത്. ഒരു ദേഷ്യം വന്ന പോലത്തെ ഇമോജി. വീഡിയോയിൽ വേറൊരു സൗണ്ട് കേൾക്കാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു ഡോഗ് ഉണ്ട്. ആ ഡോഗാണ് കേട്ടോ സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ശരിയായ ശീലത്തിന് ഇതുപോലെ എന്ത് ചെയ്യുക? ഈ ഇമോജിയും തെറ്റായ ശീലത്തിന് ഈ ഒരു ഇമോജിയും കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് ആദ്യത്തേത് കാണുമ്പോൾ തന്നെ അറിയാം പൈപ്പിൽ നിന്ന് വെറുതെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തെറ്റായ ശീലമാണല്ലേ? അപ്പം അതിന് ഏത് ഇമോജിയാണ്? ഈ ഇമോജി. തെറ്റായ ശീലത്തിന് ഒരു ഇങ്ങനത്തെ ഒരു ഇമോജി. ഇനി കുളിക്കുന്നത് നല്ല ശീലമാണ് അല്ലേ? ടാപ്പിൽ നിന്ന് വെള്ളമൊന്നും പോകുന്നില്ല, മര്യാദയ്ക്ക് വെള്ളം നിറച്ച് വെച്ചാണ് കുളിക്കുന്നത്. അപ്പം നല്ല ശീലമാണ്. അതിന് ചിരിക്കുന്ന ഒരു ഇമോജി. അടുത്തത് ചെടിക്ക് വെള്ളം നനയ്ക്കുന്നു, നല്ല കാര്യമാണ്. അപ്പം നല്ല ഇമോജി, ചിരിക്കുന്ന ഇമോജി. ടാങ്കിൽ നിന്ന് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് നല്ലതല്ല. അപ്പം ഇതുപോലത്തെ ഇമോജി കൊടുക്കുക. നല്ലതല്ലാത്തതിന് ഇമോജി. ഇനി ബ്രഷ് ചെയ്യണു പക്ഷേ വെള്ളം പോയിക്കൊണ്ടിരിക്കണു അല്ലേ? അപ്പോൾ വെള്ളം തുറന്നു വിട്ടുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ വെള്ളം ആവശ്യത്തിന് ഉപയോഗിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ തെറ്റായ ശീലമാണ് വെള്ളം കളയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഇമോജി. അപ്പോൾ ഇത്രയാണ് പ്രവർത്തനം 10. പഴങ്ങൾ വരച്ച് നിറം നൽകൂ എന്നുള്ളതാണ്. നമുക്ക് ആദ്യം തന്നെ മുന്തിരിയാണ് അല്ലേ? ഗ്രേപ്സ്, മുന്തിരി പല നിറങ്ങളിലുണ്ട്, കുലകുലയായി കാണുന്നു, നല്ല രുചിയുണ്ട്, ചെറിയ പഴമാണ്. അടുത്ത ചിത്രം എന്താ? ആപ്പിൾ ആണ് അല്ലേ? അതിൻ്റെ എഴുതി നോക്കാം നമുക്ക്. ആപ്പിളിന് ഹെഡിങ് കൊടുക്കുക. ചുവപ്പും പച്ചയും നിറത്തിലുണ്ട്, നല്ല മധുരമാണ്, ഇടത്തരം വലിപ്പമാണ്. അടുത്തതാരാ? മാമ്പഴം. ഇതാണ് കേട്ടോ മാമ്പഴം. മാമ്പഴം പലതരം രുചിയുള്ളവയുണ്ട്, ഉള്ളിൽ ഒരു വിത്തുണ്ട്, നല്ല രുചിയുണ്ട്. അടുത്തത് ഞാൻ ആര് എന്നൊരു കടങ്കഥയാണ് കേട്ടോ. ചെടിമേൽ കായ, കായമേൽ ചെടി. ചെടിമേൽ കായ, കായമേൽ ചെടി. ആരാണ്? കൈതച്ചക്ക. ഓക്കെ, അപ്പോൾ 10 പ്രവർത്തനങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.